ചവ്വരി കൊണ്ട് വളരെ എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി പായസമാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ചവ്വരി സാവുനരി എന്നൊക്കെ പറയില്ലേ, അത് തന്നെ സംഭവം. അപ്പോൾ സിമ്പിളായിട്ട് നമുക്കിത് റെഡിയാക്കാൻ പറ്റും. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. കൂടെയുള്ള കുഞ്ഞ് ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. നമ്മുടെ പായസം റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് ചവ്വരിയാണ് എടുത്തിട്ടുള്ളത്. ഇതിന് സഗോറൈസ് എന്നും പറയാറുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതിന് ഈ ബൗളിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് സോക്ക് ചെയ്തിട്ട് വെക്കാം. ഈ സമയം കൊണ്ട് ഞാൻ വേറൊരു പാനിലേക്ക് ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ വെള്ളം ഒന്ന് തിളച്ച് വരും. ഈ സമയത്ത് തന്നെ ഞാൻ അതിൻ്റെ അടുത്തുള്ള സ്റ്റൗവിൽ ഒരു 2 കപ്പ് പാലും കൂടെ തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പാലും 2 കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ നേരത്തെ വെച്ചില്ലേ വെള്ളം, ആ 2 കപ്പ് വെള്ളം ഇപ്പോൾ അങ്ങനെ തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് സോക്ക് ചെയ്ത് വെച്ചിരുന്ന ചവ്വരിയില്ലേ, അതിൽ വെള്ളമൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്കിതിനെ ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ചവ്വരി നമ്മൾ സോക്ക് ചെയ്ത ശേഷം നോക്കുമ്പോൾ കുറച്ചൊന്ന് വലുതായിട്ടുണ്ടാവും കേട്ടോ ആദ്യം ഉള്ളതിനേക്കാളും. അപ്പോൾ നമ്മളിതിനെ ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഇത് കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് പെട്ടെന്ന് അടി പിടിക്കും, അതേപോലെ ഒരു കട്ട പിടിച്ച പോലെയൊക്കെ ആവും. അതുകൊണ്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ ഇത് കുക്കായി കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു മുത്ത് പോലെ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരും. ഇത് കംപ്ലീറ്റ്ലി ട്രാൻസ്പെറൻ്റ് അല്ലെങ്കിലും ഉള്ളിൽ ചിലപ്പോൾ ഒരു വൈറ്റ് ഡോട്ട് പോലെയൊക്കെ ഉണ്ടാവും കേട്ടോ, അത് കുഴപ്പമില്ല. അപ്പോൾ നമ്മളിത് കുക്കായി കഴിയുമ്പോൾ തന്നെ ഈ വെള്ളം ഒന്ന് കുറുകിയിട്ട് ആ വെള്ളമൊക്കെ കുറച്ചൊന്ന് വറ്റിയിട്ടും വരും. ഇപ്പോൾ കണ്ടോ, ഇത് അത്യാവശ്യം നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. അതിൽ വെള്ളം ഒന്ന് വറ്റി പാകമായിട്ടുണ്ട്. നമ്മൾ 2 കപ്പ് വെള്ളമായിരുന്നു ഒഴിച്ചത്, അതൊക്കെ ഒന്ന് വറ്റിയിട്ട് കുറച്ചൊരു തിക്കായ പോലെ വന്നിട്ടുണ്ട് ഇത്. ഇനി നമ്മൾ നേരത്തെ ചൂടാക്കാൻ വെച്ചില്ലേ പാല്, ആ പാല് നന്നായിട്ട് തിളച്ചിരുന്നു. അപ്പോൾ ആ പാൽ ഞാൻ നേരെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ നമ്മൾ 2 കപ്പ് പാൽ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഇനി നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം ഇതിലേക്ക്. ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു 3/4 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ച് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം കേട്ടോ. പിന്നെ ഞാനിവിടെ മിൽക്ക് മെയ്ഡ് ചേർക്കുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പഞ്ചസാര ചേർത്തത്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ മിൽക്ക് മെയ്ഡ് ചേർക്കുന്നുണ്ടെങ്കിൽ ഇത്ര പഞ്ചസാര ചേർക്കണ്ട, രണ്ടും കൂടി ആകുമ്പോൾ മധുരം കൂടി പോകും. അപ്പോൾ അതിനനുസരിച്ച് പഞ്ചസാരയുടെ അളവ് കുറച്ചാൽ മതി. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഈ പാലൊന്ന് നന്നായിട്ട് തിളച്ച് വരണം. എന്നിട്ട് നമുക്ക് ഈ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ പാലൊന്ന് തിളച്ച് വരുന്നവരെ ഇടയ്ക്ക് ഇങ്ങനെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇനി ചവ്വരി എന്തെങ്കിലും കുറച്ചുകൂടെ വേവാനുണ്ടെങ്കിൽ അത് ഈ പാലിൽ കിടന്നിട്ട് വെന്തോളൂ കേട്ടോ. അപ്പോൾ നല്ല കറക്റ്റ് വേവായിട്ട് തന്നെ വരും. ഈ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ഗിവ് അവേയുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. നമ്മുടെ ഇന്നത്തെ ചോദ്യം ഇതാണ്: നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അച്ചാർ ഏതാണെന്നാണ് ചോദ്യം. ഇനി അച്ചാർ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഇഷ്ടമില്ല എന്നും കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ പാലൊക്കെ തിളച്ച് വന്നു. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിനെ ഒന്ന് അടിച്ച് വെക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് വറുത്തിടാം. അപ്പോൾ ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ കുറച്ച് ബദാമും കൂടെ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കൂടെ ഞാൻ മുന്തിരിയും കൂടെ ഇട്ടു. അതിനെ നെയ്യിലൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ട് നമുക്ക് ഈ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് നമുക്ക് റെഡിയാക്കാൻ പറ്റും. മിൽക്ക് മെയ്ഡും കൂടെ ചേർക്കുകയാണെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും അറിയുന്നത് തന്നെ ആയിരിക്കും, അറിയാത്തവർക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്തതാട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു നല്ല വീഡിയോയിലൂടെ കാണാം. ഗിവ് അവേയുടെ ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാൻ മറക്കരുതേ.